ിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ നിന്നും എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, അല്പസമയം മുമ്പ് പ്രിയങ്ക ഗാന്ധി എല്ലാ വോട്ടർമാർക്കും കൂടെയുള്ള പ്രവർത്തകർക്കും എല്ലാവർക്കും ഇപ്പോൾ ട്വീറ്റ് പോലും വന്നിട്ടുണ്ട്. അതെ, 2 ദിവസത്തിനകം വരും. ആരെല്ലാം തനിക്കൊപ്പം ഉണ്ടായിരുന്നു, ആരെല്ലാം തനിക്ക് വഴികാട്ടിയായി നിന്നു, അവർക്കെല്ലാം നന്ദി അറിയിക്കുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷമാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത് എങ്കിലും വിജയാഘോഷം ഇപ്പോഴേ വയനാട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്ങനെയുണ്ട് UDF ക്യാമ്പിലെ കാഴ്ചകൾ? പൂജ, UDF ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ നേരിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ പോളിംഗ് ശതമാനത്തിൽ 9% കുറവൊന്നും പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിച്ചേ ഇല്ല. 4,10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക വിജയിച്ചത്. അതായത് രാഹുൽ ഗാന്ധി ആദ്യമായി ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ 83% പോളിംഗ്. അന്ന് 4,32,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 64% പോളിംഗ് മാത്രമാണ് ഉണ്ടായത്. 20%-ഓളം കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയങ്കയ്ക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്നത്. UDF നേതാക്കൾ അന്നൊക്കെ നമ്മളോട് പറഞ്ഞത് പോൾ ചെയ്യാതിരുന്നത് LDFന്റെ വോട്ടാണെന്നാണ്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. കാരണം LDFന്റെ വോട്ട് ഏതാണ്ട് 70,000-ലധികം വോട്ട് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് കുറഞ്ഞു. പക്ഷേ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുകയാണ് ഉണ്ടായത്. LDF നേതാക്കളും സമ്മതിക്കുന്നുണ്ട്, ചെറിയൊരു നിസ്സംഗത പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം LDF നേതാക്കളും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സമ്മതിക്കുന്നുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയത്. കെ സുരേന്ദ്രനേക്കാൾ 30,000-ഓളം വോട്ട് കുറഞ്ഞെങ്കിലും 1,10,000-ഓളം വോട്ടുകൾ നവ്യ ഹരിദാസിന് നേടാനായി. അത് അവരെ സംബന്ധിച്ചും NDA ക്യാമ്പിനെ സംബന്ധിച്ചും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് വലിയൊരു നിരാശയില്ല NDA ക്യാമ്പിന്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടം കാഴ്ചവെക്കാനായില്ല എന്ന ഒരു സ്ഥിതിയാണ് ഈ മണ്ഡലത്തിലുള്ളത്. എന്തായാലും UDF അവർ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെ നേടിയതിൻ്റെ ആഹ്ലാദത്തിലാണ്. ഇനി പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസം മണ്ഡലത്തിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകരണവും മറ്റ് ആഘോഷ പരിപാടികളുമാകും വയനാട്ടിൽ ഉണ്ടാവുക. പൂജ, ശരി, എന്തായാലും പ്രിയങ്കയ്ക്ക് പിന്നെ രാഹുൽ കൂടി നന്ദി പറയാൻ വരുമോ നോക്കാം. ശരി, അത് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായാലും വയനാട്ടിൽ ഒന്നല്ല 2 വയനാടിന് വേണ്ടി ലോക്സഭയിൽ 2 MP-മാർ ഉണ്ടാകും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. നമ്മൾ ഈ വയനാട്ടിലെ ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ കുറഞ്ഞപ്പോൾ വലിയ രീതിയിൽ ഭൂരിപക്ഷം പ്രിയങ്കയുടേത് കുറയും, അതായത് 3 ലക്ഷത്തിനൊക്കെ താഴെ പോകും എന്നുള്ള കണക്കുകൂട്ടൽ വിലയിരുത്തലുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. കൃത്യമായി ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. LDFന്റെ വോട്ടുകളാണ് പോൾ ചെയ്യാതെ പോയത്. കാരണം BJPയുടെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയുടെ വലിയ വ്യത്യാസം വന്നിട്ടില്ല. കാരണം 140 അതിപ്പോൾ ആദ്യ കന്യാംഗം എന്ന നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിക്കുന്നത്. 14% വോട്ട് ശതമാനം ഉണ്ടായിരുന്നു. 13-12 നിലനിർത്താൻ നവ്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് നേരെ ചേലക്കരയിലേക്ക് പോകാം. നമുക്കിപ്പം MS ലിഷോയ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് മുഴുവൻ അവിടെ ലിഷോയ് ഉണ്ടായിരുന്നു. ഈ പാലക്കാട് പല ട്രോളി വിവാദങ്ങളും ഒക്കെ ചർച്ചയായപ്പോൾ ചേലക്കരയിൽ ഒരു ശാന്തമായിരുന്നു. അതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. അത് നേതാക്കളും സമ്മതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയം സംസാരിച്ച, വികസനം സംസാരിച്ച ഒരു പ്രചാരണമായിരുന്നു ചേലക്കരയിൽ കണ്ടത്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 12,201 അത് ഒരു തരത്തിലും മോശം നമ്പറേ അല്ല. അപ്പം അത് ചേലക്കരയിൽ എന്താണ് ശരിക്കും പ്രദീപിന് ഗുണമായത്? പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവാണോ അതോ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുകയാണോ ചേലക്കര? അതായത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര കുത്തക മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം LDFന്റെ. കാരണം 1996 മുതൽ തുടർച്ചയായി കെ രാധാകൃഷ്ണൻ മത്സരിച്ചു വന്ന മണ്ഡലം. അതിൽ 2016 മാത്രമാണ് UR പ്രദീപ് മത്സരിച്ച്. ആ തവണ 10,200 വോട്ടിന് UR പ്രദീപ് വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണത്തെ മത്സരം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക നേരിയ തോതിലെങ്കിലും ചേലക്കരയിൽ LDFനുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,000-നടുത്ത് വോട്ടുകൾ, അതായത് 5,100-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് ഈ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന് ലീഡ് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ പ്രതിഫലിച്ചേക്കാം എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് അടിത്തട്ടിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തി. അതായത് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുക മാത്രമല്ല, അദ്ദേഹം ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ളവ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ നടത്തുകയുണ്ടായി. അതായത് തുടർച്ചയായി ഒരാഴ്ചക്കാലവും അതുപോലെ തന്നെ ഇടവിട്ട ദിവസങ്ങളിലും എല്ലാം തന്നെ ഇവിടെ എത്തിയുള്ള പ്രവർത്തനങ്ങൾ. അതിനു പുറമെ 4 തവണയാണ് മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിലെത്തിയത്. അത് പല ഇടങ്ങളിൽ, പല പഞ്ചായത്തുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു, വലിയ തോതിൽ ആളുകളെ പങ്കെടുപ്പിച്ചു. അതിനു പുറമെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ്. മറ്റുള്ളിടത്തെല്ലാം തന്നെ മറ്റു വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ചേലക്കരയിലെ രാഷ്ട്രീയ നേതാക്കളും
അണികളും എല്ലാം തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്തു, വികസനവും വികസനമില്ലായ്മയും ചർച്ച ചെയ്തു. അത് തന്നെയാണ് ഇവിടെ LDF മുതൽക്കൂട്ടായതെന്നാണ് കരുതുന്നത്. പക്ഷേ അതേസമയം തന്നെ രമ്യ ഹരിദാസിനെ രംഗത്തിറക്കിയപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷേ ഈ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകളാണ് ആകെ UDF ഭരിക്കുന്നത്. മറ്റ് 6 പഞ്ചായത്തുകളും LDFിൻ്റെ പക്കലായിരുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ 9 പഞ്ചായത്തുകളിൽ 8 പഞ്ചായത്തും LDFിനൊപ്പം നിന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുള്ളൂർക്കര പഞ്ചായത്ത് മാത്രമാണ് UDFിനെ തുണച്ചത് എന്നുള്ളതാണ്. അതും 523 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ രമ്യ ഹരിദാസിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു റൗണ്ടിൽ മാത്രമാണ്, 13 റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ ഒരു റൗണ്ടിൽ മാത്രമാണ് രമ്യ ഹരിദാസിന് മുന്നേറാനായി കഴിഞ്ഞത്. മറ്റെല്ലായിടത്തും കൃത്യമായ ക്യാമ്പുകളെ സംബന്ധിച്ച് ജയിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇത്രയും ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുമോ എന്ന് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആകട്ടെ നടക്കുന്നു, ഒരു 3000 വോട്ടുകൾ 3500 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് ആകട്ടെ ഇതുവരെ കാണാത്തത്ര പ്രവർത്തനം അവിടെ നടത്തിയതാണ്. സത്യത്തിൽ കോൺഗ്രസ് അണികൾക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുവരെ ചേലക്കരയിൽ ഇങ്ങനെ ഉണർന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ നേതാക്കളെ ചുമതലപ്പെടുത്തുന്നു. നേരത്തെ തന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ അവിടേക്ക് ഒരു ടീമിനെ അയക്കുന്നു, പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. പക്ഷേ എന്നിട്ടും എന്തായാലും കൈവിട്ടുപോയി. എങ്ങനെയാണ് കോൺഗ്രസ് ക്യാമ്പ് കൂടി ഇതിനെ കാണുന്നത്? ഈ പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ MP ആയിരുന്നപ്പോൾ രമ്യയ്ക്ക് എതിരെ വന്ന പല വിമർശനങ്ങളും അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നതുകൊണ്ടുകൂടിയാണോ ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്? അതായത് UR പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ഈ K രാധാകൃഷ്ണനെ പോലെ തന്നെ സ്വന്തമായി ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം വലിയ തോതിൽ ഈ മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഏറ്റവും മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, ഈ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഇവിടെ. കാരണം VD സതീശനും K സുധാകരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തി. മാത്യു കുഴൽനാടനും Anil Akkare അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ കോൺഗ്രസിൻ്റെ മറ്റൊരു ഘട്ടത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തി നേരിട്ട് ഓരോരോ ബൂത്തുകൾ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതിനോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മറ്റ് നിരവധി നേതാക്കൾ VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്ത്, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ജോലികൾ ആരംഭിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റേ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്തിടത്തോളം കൃത്യമായി ബൂത്ത് തലത്തിൽ വരെ വോട്ടുകൾ ചേർക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് വലിയ ശ്രദ്ധ ചെലുത്തി. എന്തായാലും ചേലക്കര കൈവിടാതിരിക്കുക എന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെ, വലിയൊരു പ്രയത്നം എന്തായാലും നടത്തിയിട്ടുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുകൂടി തെളിയിക്കേണ്ട ഒരു അവസരം കൂടിയായിരുന്നു ചേലക്കര എന്നുള്ളത്. ഇനി